പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതും പ്രോട്ടീൻ്റെ ഉറവിടവുമായ ചെറുപയറിൻ്റെ അതീവ രുചിയിലുള്ള ഒരു പലഹാരമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എണ്ണയില്ലാതെയും ഉണ്ടാക്കാം, എണ്ണയിൽ മുക്കിപ്പൊരിച്ചും ഉണ്ടാക്കാം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് ചെറുപയർ 5 മണിക്കൂറെങ്കിലും കുതിരാനായി വെള്ളത്തിലിടുക. നന്നായി കഴുകിയിട്ട് വെള്ളമൊഴിച്ച് വെക്കുക. 5 മണിക്കൂർ കഴിയുമ്പോൾ നന്നായി കുതിർന്നു വരുന്ന ചെറുപയറിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് അത് അരിപ്പയിലേക്ക് മാറ്റി വെക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അടുത്തതായി 1 കപ്പ് ശർക്കര 1/2 കപ്പിൽ താഴെയായി വെള്ളമൊഴിച്ച് തിളപ്പിക്കുക. തിളച്ച ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം വറ്റിപ്പോവും. എന്നിട്ടിത് മാറ്റി വെക്കുക. ഇനിയും ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച്, നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് വറക്കുക. ഇത് റോസ്റ്റായി കഴിയുമ്പോൾ കുറച്ച് എള്ളും കൂടെ ചേർക്കുക. കറുത്ത എള്ളോ വെളുത്ത എള്ളോ. കാഷ്യൂ നട്ട്സിന് പകരം തേങ്ങയുടെ ചെറിയ പീസസ് റോസ്റ്റ് ചെയ്താലും മതി. ഇനിയും വെള്ളമൊക്കെ കളഞ്ഞ ചെറുപയർ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. കൂടെ കുറച്ച് ഏലക്കായും ചൂടുപോയ ശർക്കര പാനിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം. ഇങ്ങനെ അരച്ചെടുത്ത കൂട്ടിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1/4 കപ്പ് അരിപ്പൊടി, അത് ഇടിയപ്പപ്പൊടിയോ പുട്ടുപൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം. ലേശം ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും അരച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട്. ഇവിടെ കറക്റ്റായിട്ട് ശർക്കര പാനിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് അരച്ചെടുക്കാനായിട്ട് സാധിച്ചത്. ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഈ കൂട്ടിലേക്ക് പറങ്കേണ്ടി എള്ള് നെയ്യോടുകൂടി തന്നെ ഇടുക. കാഷ്യൂ നട്ട്സും എള്ളും ഒക്കെ ഇടാതെ ഉണ്ടാക്കാം, എന്നാൽ അത് നെയ്യിൽ വറുത്ത് ഇട്ടുണ്ടാക്കിയാൽ ഒരു നല്ല പ്രത്യേക ടേസ്റ്റാണ് അതിന്. നന്നായി ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ബേക്കിംഗ് സോഡ ചേർക്കുക. ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കണം. എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക. ഇവിടെ ഞാൻ 2 രീതിയിലും പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് എണ്ണ ഒഴിച്ചും, രണ്ടാമത്തേത് എണ്ണ തീരെ കുറച്ച് ഒഴിച്ചു ഒന്ന് ബ്രഷ് ചെയ്തെടുത്തും. രണ്ടും നല്ലതാണ്. ആദ്യം ഉണ്ണിയപ്പ പാത്രത്തിൻ്റെ കുഴികളിൽ നെയ്യോ വെളിച്ചെണ്ണയോ ബ്രഷ് ചെയ്യുക. എന്നിട്ട് മാവ് ഒഴിക്കുന്നതിന് മുമ്പ് ഈ ബാറ്റർ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് ഓരോ കുഴികളിലും ഓരോ സ്പൂൺ വീതം നിറയ്ക്കുക. 1/4 ഭാഗം ഒഴിച്ചാൽ മതി, കൂടുതൽ ഒഴിക്കരുത്. അതിനുശേഷം ഇതെല്ലാം കുഴികളിൽ നിറച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ചെക്ക് ചെയ്യാം. 3 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കുക. എന്നിട്ട് എല്ലാം തിരിച്ചിടുക. എല്ലാം തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിക്കണം. അന്നേരം ഇപ്പോൾ ഒരു 2 മിനിറ്റ് കൂടെ അടച്ചു വെച്ചാൽ മതി. അങ്ങനെ 2 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിച്ചിട്ട് തുറന്നു നോക്കുക. ഇപ്പം എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പുറം ഭാഗവും ഉൾഭാഗവും എല്ലാം നല്ല സോഫ്റ്റാണ്. ഒരു വശത്ത് ബ്രൗൺ കളർ കുറവാണെങ്കിലും നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഉണ്ണിയപ്പ പാത്രത്തിൽ അതിൻ്റെ കുഴികളിൽ 1/4 ഭാഗം വീതം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ കുഴികളിലും എന്നിട്ട് ഓരോ സ്പൂൺ മാവ് വീതം ഒഴിക്കണം. ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ അടച്ചു വെക്കരുത്. സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തിരിച്ചും മറിച്ചുമിട്ട് എടുക്കുക. ഈ ഉണ്ണിയപ്പം എണ്ണയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് കൂടുതൽ ദിവസം പുറത്തിരിക്കും. ഇവിടെ നല്ല പെർഫെക്റ്റായിട്ടുള്ള ചെറുപയർ കുഞ്ഞപ്പം തയ്യാർ. സോഫ്റ്റും ടേസ്റ്റിയുമായി പലഹാരം നല്ലൊരു 4 മണി പലഹാരമാണ്. എണ്ണയിൽ മുക്കിപ്പൊരിക്കാതെയും മുക്കിപ്പൊരിച്ചും നന്നായിട്ടുണ്ടാക്കാവുന്ന ഈ പലഹാരം സോഫ്റ്റും ടേസ്റ്റിയുമായ
ഈ ചെറുപയർ കുഞ്ഞപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.